പ്രശാന്തട്ട, കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായിരുന്നു. ഇത്രയും ദുഃഖത്തോടെ ഒരു മനുഷ്യനെ യാത്ര അയക്കാൻ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു വിലാപയാത്ര, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിലാപയാത്ര നമ്മൾ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടി, ആ പേര് നമ്മൾ വൈകി തിരിച്ചറിഞ്ഞൊരു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ്സുകാർ പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയത്. ഇപ്പോൾ ചില മനുഷ്യർ അദ്ദേഹത്തെ എങ്ങനെ വിറ്റ് കാശാക്കാം, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് എങ്ങനെ 10 കാശുണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുകയാണ്. അനാവശ്യമായ നമ്മൾ മറന്നുപോയ ചില വിവാദങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരിക. എന്താ പ്രശാന്തേട്ടന് തോന്നുന്നത്? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടില്ലേ, അദ്ദേഹത്തിന്റെ പടം പള്ളിയിൽ വെച്ചപ്പം പള്ളിയിൽ ആരാധിക്കാൻ ആളില്ല, അദ്ദേഹത്തിന്റെ അവിടെ പോയി മെഴുകുതിരി കത്തിച്ചിട്ട് പള്ളിയിലോട്ട് പോകുന്ന ഒരവസ്ഥ പുതുപ്പള്ളിയിലുണ്ടായി. ഇപ്പോഴും മെഴുകുതിരി കത്തിരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം ഇപ്പോഴും മെഴുകുതിരി കത്തിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ചെന്ന് തൊഴുതാൽ ആ ഒരു അനുഗ്രഹം ഉണ്ടാവുന്നു. ക്രിസ്ത്യാനികളുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഈ നമ്മൾ ദിവ്യത്വം അല്ലെങ്കിൽ അങ്ങനെ കണ്ടില്ലേ, വിശുദ്ധനാവും. ആ മനുഷ്യനെ ആരും, ഒരു പോപ്പും മാർപ്പാപ്പയും ഒന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിലുടനീളമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് തീരുമാനിച്ച് അവിടെ പോയി തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യനെ വിൽക്കാൻ തീരുമാനിക്കുക അല്ല. ഈ ജോൺ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ഒരു വിവാദ പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം മലയാളം വാരികയിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു കോളം എഴുതുന്നുണ്ട്. അതിനകത്ത് പഴയ സോളാർ സമരം, ഇപ്പോൾ സോളാർ സമരം കൊണ്ട് വന്നേക്കാം. സോളാർ സമരം കഴിഞ്ഞു, പശുവും തറ്റു മോനിലെ പുളിയും പോയെന്ന് പറഞ്ഞ പോലെ ആ സമരത്തിനകത്ത് ഒത്തുതീർപ്പുണ്ടാക്കി. ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ അന്ന് ചെറിയാൻ ഫിലിപ്പിനെ വിളിച്ചു, ചെറിയാൻ ഫിലിപ്പ് ബ്രിട്ടാസിനെ വിളിച്ചു, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് വിളിച്ചത്. ഈ ജോൺ മുണ്ടക്കയം പറയുന്നതിനെക്കാട്ടി നല്ല വളരെ വൃത്തിയായിട്ട് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പറ്റി ഒരു എനിക്കും അറിയാം, ജോണിനൊക്കെ അറിയാം. ജോണിനൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടല്ലോ, കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണനെ നേരിട്ട് വിളിച്ച് ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ സമരം തീർക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് വിളിക്കാവുന്നതേ ഉള്ളൂ. അതിന് ഇതൊന്നും വേണ്ട. ഇനി അഥവാ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു തിരക്കഥയായിരിക്കും. അവർ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു റൂട്ട് ഉണ്ടാക്കി വെച്ചാൽ, കാരണം ഇതുപോലെ എപ്പോഴേലും കാര്യം വരുമ്പോൾ വിളിച്ചു പറയുന്നവന് ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം അവർക്കറിയാമല്ലോ. അപ്പൊ ഞാനതൊന്നും പറയുന്നില്ല. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിനെ ജോണൊന്ന് ആലോചിച്ച് നോക്കി. ഈ അദ്ദേഹത്തിന്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ KSUവിന്റെ പ്രസിഡന്റായിട്ടൊക്കെ ഇരുന്ന ഒരു മനുഷ്യൻ, ഒരു ഭയങ്കര ജനകീയനായിട്ടുള്ള മനുഷ്യൻ. ആർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാർ, അല്ലെങ്കിൽ അദ്ദേഹം സഹായിച്ച ആൾക്കാരുടെ ഒരു 10% ഓടിച്ചാടിയത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ മാത്രം നിന്നൊരു നേതാവാണ്. അയാൾ 26-ാമത്തെ വയസ്സിൽ അവിടെ തുടങ്ങി 50 കൊല്ലം പുതുപ്പള്ളി. പക്ഷേ കേരളം മൊത്തമുള്ള ആൾക്കാർ ഉമ്മൻചാണ്ടി അനുഭവിച്ചു. എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിന് ചെന്നാലും ഉമ്മൻചാണ്ടി അത് സാധിച്ചു കൊടുത്തു. എനിക്ക് ഓർമ്മയുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഏറ്റവും വിവാദമായ സോളാർ വിവാദത്തിൽ ഈ സരിത എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അപ്പം ഇദ്ദേഹത്തിന്റെ വിവാദം, ഇദ്ദേഹം കത്ത് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം ഉണ്ടല്ലോ. ഇദ്ദേഹത്തിന് സോളാർ ഉമ്മൻചാണ്ടി തന്ന കത്തന്റെ ഇരിപ്പുണ്ട്, അത് വ്യാജമാണെന്ന് ഒരാരോപണം. ഉമ്മൻചാണ്ടിയുടെ കത്താണെന്ന് സരിത പറയുന്നു. ഈ സമയത്ത് ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ഞാൻ പറയാൻ പോവാ. ചങ്ങനാശ്ശേരിയിൽ ഒരു പരിപാടിക്ക് വന്നു. അപ്പം എനിക്ക് ആ പരിപാടിയിൽ വേറെ ആവശ്യമായിട്ട് അദ്ദേഹത്തോട്ട് ഒരു വല്യമ്മ അദ്ദേഹത്തിന് ഒരു കാര്യത്തിന് അവിടെ ചെന്ന് ഉമ്മൻചാണ്ടിയുടെ ചെവി ചെന്ന് പുറത്തെല്ലാം കൂടി ഈ ക്രൗഡിൻ്റെ ഇടയ്ക്കൂടെ അവരെ കൊണ്ട് മോനെ ഇന്ന പോലെ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആ മനുഷ്യൻ വെളിയിലിറങ്ങി നിൽക്കുക. കാറിന്റെ ബോണറ്റിലോട്ട് വെച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡ് അതിന്റെ കീഴിൽ ഒപ്പിട്ടിട്ട് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചോളൂ, ജോണെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കത്തിന്റെ വിവാദം. ആ സമയത്തും ആ ഒരു ഇതെടുത്തിട്ട് എഴുതാൻ സമയമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, എഴുതാൻ സമയമില്ലാത്തപ്പോൾ അമ്മ ഇത് വേണ്ട എഴുതിച്ച് അവരെ കൊണ്ട് ചെയ്യിച്ചാൽ പറഞ്ഞാൽ അതിന്റെ കീഴിൽ ഒപ്പിട്ട് കൊടുക്കുക. അതാ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയിൽ അവിശ്വാസമില്ലായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അവസാനം ഞാൻ ചെയ്യുന്നത് സത്യമാണെങ്കിൽ ആ സത്യത്തിന്റെ കൂടെ ജനം ഉണ്ടാവും. അവസാനം ഉണ്ടായില്ലേ? പറഞ്ഞ ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ പറഞ്ഞവരെല്ലാം ഇനിയും പറയേണ്ട തീരുമാനിക്കുന്ന ഒരവസ്ഥ. വേറെ കാര്യം ചോദിച്ചറിയോ, ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം വന്നു, ലൈംഗിക ആരോപണം വന്നു. അവസാനം ഇത് ഭയങ്കര ചർച്ചയാക്കി. പാർട്ടി CPM ചർച്ചയാക്കി, അല്ലെങ്കിൽ ഇടതുപക്ഷം ചർച്ചയാക്കി. അത് അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ പാർട്ടിക്ക് അകത്തുനിന്നാണ് ഇതെല്ലാം മെനഞ്ഞു വെടിയിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വേറെ പ്രതിപക്ഷ പാർട്ടി ചർച്ചയാക്കുന്നതിനകത്ത് പക്ഷേ അവസാനം പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ച് പറയേണ്ടി വന്നു ഇലക്ഷൻ സമയത്ത്. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പറച്ചിൽ എങ്ങും പറഞ്ഞേക്കരുത്. ഇത് പ്രസംഗിക്കും, എനിക്കറിയാം പ്രസംഗിക്കുമ്പോഴും ഉപയോഗിക്കേണ്ട, എങ്ങും ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യം പറയാം. എങ്ങനെയുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങൾ ഇനി അദ്ദേഹം പെണ്ണുപിടിയനാണെന്ന് ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കൂലി. അടിക്കാൻ വയ്യെങ്കിൽ വേറെ അദ്ദേഹത്തെ അങ്ങനെ കാണത്തില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും കാണത്തില്ല. കാരണം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞായിരുന്നു കേരളത്തിലെ ജനം. പാർട്ടിക്കപ്പുറം തിരിച്ചറിഞ്ഞായിരുന്നു. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചില ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് മരണത്തിൽ നിങ്ങൾ പറഞ്ഞ വിലാപയാത്രകൾ കണ്ടത്.
അല്ല, എനിക്ക് അദ്ദേഹത്തെ അത് പറഞ്ഞു. വ്യക്തിപരമായ അനുഭവം ഉള്ളത്, എനിക്ക് ഒരു 10-17 വയസ്സുള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവാണ്. എൻ്റെ നാട്ടിലെ ഒരു വാർഡ് മെമ്പറുടെ കത്തുമൊക്കെ ആയിട്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവുമായിട്ട് അത് അസംബ്ലി നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്നു, അസംബ്ലി ഭയങ്കര ബഹളമൊക്കെ നടക്കുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് AK ആൻ്റണി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ AK ആൻ്റണിയുടെ അടുത്തേക്ക് ആരും പോകുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് നടന്ന് പോവാണ്. വിശക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇറങ്ങി പോകുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടി ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് മുഴുവൻ ജനവും അദ്ദേഹത്തിനെ ചുറ്റും കൂടിയിട്ട് അപ്പോൾ നമ്മളും ചെല്ലുന്നു, ആ തിരക്കിനിടയിൽ ചെല്ലുന്നു, അദ്ദേഹത്തിനോട് ആവശ്യം പറയുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഒരു മനുഷ്യൻ്റെ പുറത്ത് നേരത്തെ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് ഈ പയ്യൻ്റെ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നോട് പറഞ്ഞു, അവിടെ കല്ലട രമേശ് എന്ന് പറയുന്ന നേതാവുണ്ട്, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഞാൻ ഇത്രാം തീയതി അവിടെ വരും, അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറയുന്നു. ഞാൻ അവിടെ ചെല്ലുകയാണ്. ഞാൻ ചെന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി. ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം നല്ല ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്. നല്ല വേഗത്തിലാണ് നടക്കുന്നത്. ഒരു അംബാസഡർ കാറിലാണ് അദ്ദേഹത്തിൻ്റെ യാത്ര. നല്ല വേഗത്തിൽ അപ്പോൾ കൈ പിടിച്ചിട്ട് മൂടി കേൾക്കുകയാണ്. കേട്ടതെല്ലാം പോയി കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കന്ന് വീട്ടിൽ ഫോണില്ല. ഫോൺ നമ്മൾ അവിടെ അടുത്തുള്ള ഒരു ബേക്കറിയും അന്ന് STD ബൂത്ത് ധാരാളം ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ബൂത്തിൽ ചെന്നപ്പോൾ ഈ അവിടുത്തെ മുതലാളിക്ക് എൻ്റെ കൂടെ ഭയങ്കര കാര്യം. ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായിട്ടൊക്കെ എന്താ കണക്ഷൻ? അപ്പോൾ ഞാൻ എന്ത് പറ്റി? ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ പയ്യൻ വരുമ്പോൾ ഇങ്ങനൊരു നമ്പർ തന്നിട്ടുണ്ട്, ഇതാരാ? അപ്പോൾ എൻ്റെ അല്ല, അത് ബൂത്തിലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ വരുമ്പോൾ അത്യാവശ്യമായിട്ട് തിരിച്ചു വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫീസിലെ നമ്പർ കൊടുത്തു. അപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചു, അദ്ദേഹമായിട്ട് സംസാരിച്ചു. 2 തവണ അദ്ദേഹമായിട്ട് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് 2 തവണ അദ്ദേഹമായിട്ട് അതെ. അപ്പോൾ 2 തവണ സംസാരിച്ചു. അപ്പോൾ ഒരു ചെറിയ നമ്മളെപ്പോലുള്ള ഒരാൾ പറയുമ്പോൾ ഒരു ആവശ്യത്തിന് ചെല്ലുമ്പം അതിനെയൊക്കെ അവഗണിച്ച് വിടാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അത് കൃത്യമായി ഫോളോ അപ്പ് നടത്തി. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ പയ്യൻ വരുമ്പോൾ പറയണം പറഞ്ഞിട്ട് ജോണി ചെന്നൊരു കാര്യത്തിനത് ജോണിനെക്കാട്ടി ഓർമ്മ ഉമ്മൻചാണ്ടിക്കുണ്ട്. പല കാര്യത്തിനും അങ്ങനെയാണ്. ഒരാൾ ഒരു പഠന വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിഷയമായിട്ട് ചെന്നാൽ അത് അദ്ദേഹം കൊടുത്തു കഴിഞ്ഞിട്ട് അതെങ്ങനെയായി, വീണ്ടും അതിന് പൈസ അതുകൊണ്ട് തികയുമോ, വീണ്ടും അത് പൈസയുടെ ആവശ്യമുണ്ടോ, ഇത് തിരക്കുന്ന ഒരു സ്വന്തം അച്ഛനും അമ്മയും തിരക്കുമായിരിക്കും. വേറെ ആര് ഏത് സാമ്പത്തികത്തിന്റെ കാര്യം പൊതുപ്രവർത്തകനായിരുന്ന മറ്റൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു, കടബാധ്യതയൊക്കെ തീർക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടിയെ കാണാനായിട്ട് ചെല്ലുന്നു. ഉമ്മൻചാണ്ടി നല്ല തിരക്കിൽ പറഞ്ഞ പോലെ ഇരിക്കുകയാണ്. ഉമ്മൻചാണ്ടി ആളുകളെ കാണുന്നു, ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനിടയ്ക്കാണ് ഈ ആവശ്യം പറയുന്നത്. അദ്ദേഹം പറയുന്നു ഉമ്മൻചാണ്ടി അത് ഈ എപ്പോഴത്തെ മൂളി കേൾക്കുന്നു, ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹം മൂളി കേൾക്കുന്നില്ലെന്ന് പറയുന്ന ആൾക്ക് തോന്നുന്നത് ഇതൊന്നും. അപ്പോൾ ഇദ്ദേഹം പറയുകയും ചെയ്തു എന്നോട്, പുള്ളി ഇതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ട് പറഞ്ഞു പൊക്കോ, എഴുതി വെച്ചു, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിളി വന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര രൂപ വാങ്ങിക്കുക, 1 വർഷത്തേക്ക് പലിശ കൊടുക്കണ്ട. അപ്പൊ അതാണ് ഉമ്മൻചാണ്ടി. അപ്പൊ ഈ ചെന്ന ആള് വിചാരിച്ചതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം കൃത്യമായി ഉമ്മൻചാണ്ടി മനസ്സിലായത് പിന്നാണ്, അന്നേരം മനസ്സിലായത്. ഒരുപക്ഷെ ഈ വിലാപയാത്രയിലായിരിക്കും ഉമ്മൻചാണ്ടിയെ സ്വന്തം മകന് പോലും മനസ്സിലായത്. ചാണ്ടിയുമ്മനെ ഞാൻ തമാശ പറഞ്ഞല്ല, ചാണ്ടിയുമ്മൻ രാവിലെ ഒരു അച്ഛനെ കാണുന്നു. കാരണം വളരെ കുറച്ച് സമയം കാണാൻ സാധ്യതയുള്ളൂ. അദ്ദേഹം രാവിലെ പോവുകയല്ലേ, പിന്നെ എത്ര സമയം കഴിഞ്ഞു ഈ വീട്ടിനകത്ത് വരുമ്പോൾ ഉള്ള തിരക്കും കാര്യങ്ങളും. ഈ കേരളം മൊത്തവും അദ്ദേഹത്തിന്റെ ആ അച്ഛനോട് ഇത്രയും വാത്സല്യം ഉണ്ടെന്ന് ചാണ്ടിയുമ്മൻ ആ ഒരു വിലാപയാത്രയിലൂടെ ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി ഒരു 75 വയസ്സിനകത്ത് ഉണ്ടാക്കിയെടുത്ത കരുത്ത് ആർജിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. MLA ഹോസ്റ്റലിൽ ചെന്നാൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ അതിനു മുമ്പ് വിശ്വസിക്കത്തില്ല ഇതൊക്കെ കേട്ടാല്. അതായത് MLA ഹോസ്റ്റലിൽ ചെന്നാൽ ഇദ്ദേഹത്തിന് അവിടെ കിടക്കാൻ സാധ്യത കിടക്കുന്ന കട്ടിലെ കയറി കിടക്കുന്നത്. രാഷ്ട്രന്റെ ഓഫീസിലൊക്കെ എനിക്ക് അറിയാവുന്ന അദ്ദേഹത്തിന് പ്രത്യേക ആൾക്കാരൊക്കെ കിടക്കും. പക്ഷെ പുള്ളിക്ക് കിടക്കാൻ പ്രത്യേക ഒരു മുറി പുള്ളി മാറ്റിയിട്ടേക്കും. ഈ മനുഷ്യന് അങ്ങനെയൊന്നുമില്ല. എന്തൊരു വല്ലാത്തൊരു ജന്മം കേട്ടോ. ഭക്ഷണം കഴിക്കത്തില്ല, 3 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങത്തില്ല. നിങ്ങൾക്ക് അറിയാവോ, അദ്ദേഹത്തിന് ഒരു വീടില്ലായിരുന്നു, പഴയ ഒരു വീടാവില്ലേ പുതുപ്പള്ളിയിൽ. ആ വീട്ടിൽ രാവിലെ ഇദ്ദേഹം അവിടെ പള്ളിയുണ്ട്, നമ്മുടെ ഇദ്ദേഹത്തിന്റെ കുരിശൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന പുതുപ്പള്ളി പള്ളി. ഈ എനിക്ക് തിരുമേനയുടെ പേരറിയത്തില്ല, ഇങ്ങനെ നിൽക്കുന്ന ആളുടെ അല്ല, പുതുപ്പള്ളിയിലെ കുരിശൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു വേതാളത്തിനെ പുണ്യാളന്റെ ഒരു പള്ളിയുണ്ട്. അവിടെ ആ പള്ളി ഞായറാഴ്ച എവിടെയാണെന്നില്ല കരുണാകരൻ ഈ ഗുരുവായൂർ പോകുന്നാലും ഇദ്ദേഹം പോയി നിരത്തിരിക്കും. ഉമ്മൻചാണ്ടിയുടെ പരിവേഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പരിവേഷം, പ്രതിപക്ഷ നേതാവിന്റെ പരിവേഷം, MLA യുടെ പരിവേഷം ഒന്നും അദ്ദേഹം ഇല്ല, സാധാരണക്കാരന്റെ കൂടെ അവിടെ ഇരിക്കും.
ഈ ഉള്ള സമയത്ത് രാവിലെ ഒരു 5:30 തൊട്ട് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും 500 പേര് കാണും. ഈ മനുഷ്യൻ 5:30 തൊട്ട് ഈ ആൾക്കാർ നിരന്ന് നിൽക്കുന്നവരുടെ അടുത്ത് പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫോ എല്ലാം കാണും. ആൾക്കാരെല്ലാം വരുന്നിടത്ത് പറയും ആവശ്യത്തിന് വിളിക്കേണ്ട ആളുടെ ഫോൺ നമ്പർ കൊണ്ടുവരണമെന്ന് പറയും. അവിടെ നിന്നിട്ട് ഫോൺ വിളിച്ച് ആ ആളിനെ കണക്ട് ചെയ്ത് ആ മൊത്തം ആൾക്കാരുടെ കാര്യം സാധിച്ചു കൊടുത്തിരിക്കും. ഇനി ഏതെങ്കിലും ഒരാളുടെ കാര്യം നടക്കാതെ വന്നാൽ അയാളെക്കാട്ടി കൂടുതലായിട്ട് ഉമ്മൻചാണ്ടിക്ക് നടക്കാത്ത കാര്യം അറിയാൻ അതിന് ഫോളോ അപ്പ് ചെയ്ത് നടത്തുകയും ചെയ്യും. കല്യാണത്തിന്റെ കാര്യം പ്രത്യേകിച്ചും പുതുപ്പള്ളിയിൽ ഒരു കുഞ്ഞുണ്ടായ അത് വളർന്ന് 18 വയസ്സായ ഉമ്മൻചാണ്ടിക്ക് അറിയാം. അതിനെ കല്യാണം ഒപ്പിക്കാൻ മാർഗമില്ലെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്ക് അറിയാം. അതുപോലെ മരണം എല്ലാ കാര്യത്തിലും റോഡിൽ കൂടെ ഉമ്മൻചാണ്ടിയുടെ എത്ര വണ്ടി വെച്ച് പോയാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയാലും കൈ കാണിച്ച വണ്ടി അവിടെ നിർത്തും. കൈ കാണിക്കുന്നതിന്റെ ആവശ്യം 500 രൂപയുടെ ആവശ്യമെങ്കിൽ അന്നേരം എടുത്തിരിക്കുന്നവരുടെ വല്ലവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. മറ്റാവശ്യമെങ്കിൽ അത് അന്നേരം ഫോൺ ചെയ്ത് സംവിധാനം ഉണ്ടാക്കും. ഇത് ഇത്തരത്തിലൊരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസറിന്റെ പ്രശ്നം വന്നപ്പോൾ ആദ്യമേ പരിശോധിച്ച് പിന്നോട് തൊണ്ടയ്ക്ക് ഒരു വിഷയം ഉണ്ടെന്ന് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പുള്ളി അങ്ങ് പോവാം. പിന്നെ പരിശോധനയുടെ കുഴപ്പമാണെന്ന് ഇത് ഒന്നും കാണിച്ചില്ല. അതിനുശേഷം ശ്രദ്ധിക്കാതെ പോയി ഇതിൻ്റെ ഒരു അവസ്ഥ വളരെ മോശമായി. അത് ചികിത്സിക്കാൻ ഒരു ഇതുണ്ടല്ലോ, ചികിത്സിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഏത് രോഗത്തിൻ്റെ മൂർച്ഛനാവസ്ഥയിൽ പോയാണ് ഇദ്ദേഹത്തിന് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ഇത്രയും ജനങ്ങളിടയ്ക്ക് നിന്ന ഒരു നേതാവ് ആ മനുഷ്യന്റെ കാര്യം ഓർക്കുമ്പോൾ കണ്ണ് നിറയാത്ത അദ്ദേഹത്തിന്റെ ഈ കാര്യം ഓർക്കുമ്പോൾ ഈ ഉപകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മനസ്സുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ, അല്ലെങ്കിൽ സാധാരണക്കാരന് ആ ഒരു നഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ മനുഷ്യനായിട്ടുള്ളവരെല്ലാം കരഞ്ഞു പോകും. ആ സമയത്താണ് ആ മനുഷ്യന്റെ പേര് ഉപയോഗിച്ച് വീണ്ടും കച്ചവടത്തിന് ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒത്തിരിയും കഥകളുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞാലും തീരത്തില്ല. അതിന് ഉദാഹരണമാണല്ലോ അദ്ദേഹത്തിന്റെ വിലാപയാത്രയും. അത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ടാവട്ടെ. ഉമ്മൻചാണ്ടി പോലെയുള്ള നേതാക്കന്മാർ ഈ ജനത്തിനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ട് അവർക്ക് അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല, അവർക്ക് ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മൾ ഈ ജനത്തിന്റെ അടുത്തേക്ക് വരുന്ന നേതാവിനെ ജനം അംഗീകരിക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പിന്നെ മനസ്സിലായി വരുമ്പോഴത്തേന് അവർക്ക് ജനത്തിനോട് എടുക്കാനും പിന്നെ ജനം അവരോട് എടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഇവിടെ നമ്മൾ ജനം ഉണ്ടാകത്തില്ല. അപ്പം ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി നമുക്ക് ആശിക്കാനേ വഴിയുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടായി വരുന്നെങ്കിൽ അത് നല്ലത് തന്നെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.